അങ്ങോട്ട് പോകണേ. ബടി എവിടെ പോണേ? അടുത്ത ദിവസം കുറച്ച് ടാസ്ക് പിടിച്ച ദിവസമായിരുന്നു കേട്ടോ. അപ്പൊ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ലാസ്റ്റ് വീഡിയോ അവസാനിപ്പിച്ചത് കേട്ടോ. അപ്പൊ അടുത്ത ദിവസത്തെ വീഡിയോ ഇവിടെ തുടങ്ങുകയാണേ. അപ്പൊ കാണാം. ബടി ബടി കൊമ്പൊക്കെ മുളച്ചിനൊക്കെ കൈനീട്ടോ ഇന്ന് 1-ാം തീയതി കൈനീട്ടൊക്കെ കിട്ടാൻ 1-ാം തീയതി കൈനീട്ടം കിട്ടി മാമിയുടെ കയ്യിൽ നിന്ന്. മക്കൾക്ക് അമ്മ തന്നു. എന്നിട്ട് അമ്മയ്ക്ക് തിരിച്ചാ അമ്മ ബാഗ് വെച്ചേക്കാം. അങ്ങനെ നേരം വെളുത്തു. അങ്ങനെ ഒരു രാത്രി ബോട്ടിൽ കിടന്ന് ഉറങ്ങിയത് അറിഞ്ഞതേ ഇല്ല കേട്ടോ. പിറ്റേന്ന് നേരം വെളുത്ത് നമ്മളിങ്ങനെ പുറത്തോട്ടൊക്കെ ഇങ്ങനെ ഇറങ്ങി നോക്കുകയാണ് കേട്ടോ. എല്ലാരും എണീറ്റു. ബടി കൊമ്പൊക്കെ മുളച്ചിങ്ങനെ നിൽക്കുകയാണ്. ദേ ഇനി വാ പല്ലൊക്കെ തേക്കാമ്മ. അങ്ങോട്ട് എവിടെ പോണ്? വാടാ. അവിടെ ആരും ഇല്ല, എല്ലാരും റൂമിലാ. എല്ലാരും എണീച്ചതേ ഉള്ളൂ. നമുക്ക് പല്ലൊക്കെ തേച്ചിട്ട് റെഡിയാവാം. വിഹാൻ ഹാണ്ട് കാശി അല്ല കേശു, സോറി മാറിപ്പോയി. കേശു ഗുഡ് മോർണിംഗ് പറ. നോക്കി പറഞ്ഞേ നോക്കിയിട്ട്. മുറിഞ്ഞോ? എങ്ങനെ മുറിഞ്ഞ്? ആണോ? ഷോ. കേശുവിന്റെ മോണം മുറിഞ്ഞതൊക്കെ പറഞ്ഞ ഇങ്ങനെ വിഷമിച്ച് നിൽക്കാണ് കേട്ടോ. എല്ലാരും ഉറക്കം എണീറ്റ് അടുക്കി പറക്കലിന്റെ ഒക്കെ തിരക്കിലാണ്. അപ്പം ചേച്ചി ഇരുന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ, നിന്റെ ഫോണിൽ ഇനി വീഡിയോ എടുക്കാനുള്ള സ്പേസ് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത് അവിടെ ഇരുന്നിട്ട്. ആദ്യ ദിവസത്തെ വീഡിയോ എടുത്തപ്പോ തന്നെ ഏകദേശമൊക്കെ ഫുള്ളായി കേട്ടോ. എന്നാലും ഞാൻ വിട്ടെടുക്കത്തില്ല. അയ്യോ ഗുഡ് മോർണിംഗ് പറ. ചേടാ നമ്മൾ അറിഞ്ഞില്ലായിരുന്നു. അളിയന്മാരേ ഉള്ളു ഇവിടെ. ഇതാണ്ട് ഇതൊരളിയൻ, അതൊരളിയൻ. ഓ അമ്മ എന്ത് പറ, എന്തരാ അടുത്ത ബോട്ട്? ഓ രാവിലെ ബോട്ട് പോവേണ, അത് വേറെ ബോട്ട്. പല്ലൊക്കെ തേക്കണ്ടേ? പല്ലേക്കണ്ടേ പാടി? ആണ്ട് ഇതെന്തൊരു മീശയൊക്കെ നിൽക്കുന്നു. അങ്ങനെ ഞങ്ങൾ പല്ലൊക്കെ തേച്ച് റെഡിയായി കേട്ടോ. അടുത്ത യാത്രയ്ക്കുള്ള തുടക്കമാണ്. ഓരോരുത്തരും ഇവിടെയൊക്കെ റെഡിയായിക്കൊണ്ടൊക്കെ നിൽക്കുകയാണ് കേട്ടോ. നമ്മുടെ യാത്രയുടെ പ്ലാനിങ്ങിൽ ചെറിയൊരു മാറ്റം ഉണ്ടായിരുന്നു. സെക്കൻഡ് ഡേ ബീച്ചിൽ പോകാമെന്നാണ് വിചാരിച്ചിരുന്നത്. അതുകൊണ്ട് അവർ ചുരിദാറ്, പക്ഷെ ഇതൊന്നും അറിയാത്ത ഞാൻ ജീൻസുമാണ് കേട്ടോ ഇട്ടത്. ഞാനും മാളും ജീൻസാണ് ഇട്ടിരുന്നത്. അപ്പോൾ ബീച്ച് എന്നുള്ളത് മാറി ഇപ്പം നമ്മൾ വേറെ റൂട്ടിലേക്കാണ് പോകുന്നത്. അത് വഴിയെ കാണാൻ കേട്ടോ. അങ്ങനെ അവരൊക്കെ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ മുകളിൽ കയറിയപ്പോഴത്തേക്കും ഇവിടെ 3 കുട്ടീസും കൂടെ ഇവിടെ ബഹളമാണ് കേട്ടോ. ഇവന്മാർ 3 കൂടെ ഇവിടെ ഒറ്റയ്ക്കാണെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞില്ലായിരുന്നു. എന്തായാലും ഞാൻ റെഡി ആയതുകൊണ്ട് പെട്ടെന്ന് ഇവിടെ എത്തി. അങ്ങനെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, അവർ കളിക്കുകയൊക്കെ ആയിരുന്നു. ഒരാളെ ഇവിടെ കാണാൻ കിട്ടത്തില്ല, ആ ആള് ഫോൺ നോക്കിക്കൊണ്ട് അവിടെ ഇവിടെ ഇരിപ്പുണ്ട്. അങ്ങനെ ദേ നമ്മുടെ ബോട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ഞാൻ മുകളിലായിരുന്നു. പിന്നെ ചാടിയൊക്കെ ഇറങ്ങി വന്നപ്പോഴത്തേക്കും കുറച്ച് അകന്നായിരുന്നു കേട്ടോ. അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് അങ്ങോട്ട് പോവേണം. അങ്ങോട്ട് പോയി കറങ്ങി നമ്മൾ അങ്ങ് അക്കരെ എത്തും. അത് ആ മാമൻ്റെ അടുത്ത് ചോദിച്ചാലേ അറിയാൻ പറ്റുമോ? മാമൻ്റെ അടുത്ത് ചോദിക്കുമോ മോള് നമ്മളെങ്ങോട്ടാ പോണേന്ന്? പനിയൊക്കെ മാറിയാ? മാറിയാ? കുറവുണ്ടാ? വെള്ളത്തിൽ ചവിട്ടണോ? ഇഷ്ടമാണോ? ഇങ്ങനെ വെള്ളത്തിൽ ചവിട്ടാൻ പറ്റൂല.
വീണു പോവും കുഴിയിൽ ചേവെള്ളത്തിൽ. അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എത്തി കേട്ടോ. ഇഡലിയും സാമ്പാറും ചട്നി, അതുപോലെ മുട്ട മീൻസ് ഓംലേറ്റും, പിന്നെ ബ്രെഡും ജാമും ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പൊ അമ്പാടി ബ്രെഡും ജാമും ആണ് എടുത്തത്. അവന് ഇഡലി വേണ്ടെന്നൊക്കെ പറഞ്ഞു. പിന്നെ ലാസ്റ്റ് ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ഇഡലി കഴിപ്പിച്ചു. കാരണം എന്തെങ്കിലുമൊക്കെ നല്ലതുപോലെ കഴിച്ചില്ലെങ്കിൽ പിന്നെ കുറച്ച് ദൂരം ചെല്ലുമ്പോൾ വിശക്കൂലേ. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഇതുപോലെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ പോവുകയാണ് കേട്ടോ. അവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചുറ്റിച്ചിട്ട് നമ്മളെ അക്കരെ എത്തിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ എതിരെ വന്നൊരു ബോട്ടിൽ കുറച്ച് ആൾക്കാർ ഇരിപ്പുണ്ടായിരുന്നു. അവർക്ക് അവസാനമായിട്ട് ഇങ്ങനെ ടാറ്റയൊക്കെ കൊടുക്കുകയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ബോട്ട് യാത്ര ഇന്നത്തോട് തീരുകയാണ്. ഇനി അടുത്ത റൂട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ അവർക്ക് ടാറ്റയൊക്കെ കൊടുത്തമ്പാടി ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ അക്കരെ എത്തി. നമ്മളിതായി ഇറങ്ങാൻ പോവാണ് കേട്ടോ. ഇറങ്ങാൻ പോവുകയാണെന്നൊക്കെ പറയും, പക്ഷെ ഇറങ്ങാൻ പറ്റാത്തത്ര മഴയായിരുന്നു കേട്ടോ. ഇന്നും ഒരു മഴയില്ലായിരുന്നു. പക്ഷെ ഇന്ന് രാവിലെ ആയപ്പോഴത്തേക്കും നല്ല മഴ. അത് നമ്മൾ ഇറങ്ങുന്ന സമയമായപ്പോഴത്തേക്കും മഴ കൂടി. അങ്ങനെ ഞങ്ങൾ ഇറങ്ങണോ വേണ്ടേ എന്നൊക്കെ വിചാരിച്ച് നമ്മൾ അവിടെ തന്നെ ഇരിക്കുകയാണ്. കുറച്ച് നേരം നമുക്ക് അവിടെ ഇരുന്നിട്ട് മഴയൊക്കെ തോന്നിയിട്ട് ഇറങ്ങാനൊക്കെ പറഞ്ഞിരിക്കണം. ഇപ്പൊ വീഡിയോ എടുക്കുന്നത് അമ്പാടിയാണ്. അവന് വന്നപ്പോഴേ ഇതുപോലെ വ്ളോഗൊക്കെ ചെയ്യണം, വീഡിയോ എടുക്കണം എന്നൊക്കെ പറഞ്ഞ് ബഹളമായിരുന്നു കേട്ടോ. അങ്ങനെ അവൻ എൻ്റെ നിന്ന് ഫോൺ മേടിച്ചുകൊണ്ട് പോയി അവിടുന്നേ വന്നിട്ട് എടുക്കുകയാണ്. അങ്ങനെ എല്ലാവരും ഇങ്ങനെ സംസാരിച്ചൊക്കെ ഇരിക്കുകയാണ്. ഇനി എങ്ങനെ പോവും, മഴ തോരുമോ എന്നൊക്കെ ആലോചിച്ചിരിക്കുകയാണ്. പക്ഷെ മഴ നമുക്ക് വേണ്ടി തോരാൻ തയ്യാറല്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഓരോരുത്തരെ ആയിട്ട് ഓട്ടോയിലേക്ക് കയറ്റുകയാണ് മാളു. അങ്ങനെ ഓരോ 3 ട്രിപ്പ് ഓട്ടോ ഓടിയാണ് നമ്മൾ നമ്മുടെ ബസ് കിടക്കുന്നിടത്ത് എത്തിയത്. മഴയൊന്നും കാര്യമാക്കില്ല, നമുക്ക് എന്തായാലും അവിടെ വിട്ടേ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ബസ്സിൽ കയറി എല്ലാവരും. അങ്ങനെ നമ്മൾ അടുത്ത ഇടത്തേക്ക് പോവുകയാണ്. അപ്പോൾ ആദ്യം തന്നെ തുടക്കത്തിൽ തന്നെ കുറച്ച് സംഭവ വികാസങ്ങളൊക്കെ നിങ്ങൾ കണ്ടില്ലേ. ഒരുപാട് വലിയതൊന്നും അല്ല, എന്നാലും മഴ നമുക്കിട്ടൊരു ചെറിയ പണി തന്നു, അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ പുഴ കടന്ന് മല കയറി നമ്മൾ ഒരു വെള്ളച്ചാട്ടത്തിലൊക്കെ പോയി. ഇത് നമ്മൾ മുമ്പും പോയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. അങ്ങനെ ഇതാണ് അന്നെടുത്ത ഫോട്ടോ കേട്ടോ. ഇത് 3 വർഷം മുമ്പ് എടുത്ത ഫോട്ടോ ആണ്, അന്ന് സ്കൂളിൽ നിന്ന് പോയപ്പോൾ എടുത്തത്. ഇത് ഇപ്പോൾ എടുത്ത ഫോട്ടോ. അപ്പൊ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ ഇത് തമ്മിൽ? അങ്ങനെ എന്തായാലും ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് കയറി. അങ്ങനെ അവിടെ കുറച്ച് കളിപ്പാട്ടങ്ങളൊക്കെ കണ്ടപ്പോൾ അമ്പാടി അങ്ങോട്ടൊന്ന് വലിഞ്ഞു. എന്നാൽ പെട്ടെന്ന് ഞാൻ അവിടെ നിന്ന് പിന്തിരിപ്പിച്ച് അടുത്ത സ്ഥലത്ത് പോകുമ്പോൾ വാങ്ങിച്ചു തരാന്നൊക്കെ പറഞ്ഞ് ഞാൻ ബസ്സിൽ കയറ്റിയിട്ട് അങ്ങനെ ഞങ്ങൾ പോവുകയാണ്. ഉച്ചയ്ക്ക് നമ്മൾ മന്തിയാണ് കേട്ടോ കഴിച്ചത്. പിന്നെ നമ്മൾ അടുത്ത സ്ഥലത്തെത്തി. ഈ ഒരു സ്ഥലം ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഓർമ്മ കാണത്തില്ല, കാരണം അത് രാത്രിയായിരുന്നു നമ്മൾ വന്നത്. കഴിഞ്ഞ കൊടൈക്കനാൽ വീഡിയോയിൽ നമ്മൾ ലാസ്റ്റ് വന്ന സ്ഥലമാണ് കമ്പന്തേനി, നമ്മുടെ മുന്തിരിപ്പാടം. അപ്പം ഞാൻ നേരത്തെ കാണിച്ചത് അപ്പുറത്തെ സൈഡാണ്. അവിടെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം വന്നത്, കഴിഞ്ഞ പ്രാവശ്യം വന്നത് അവിടെയായിരുന്നു. ഇപ്പുറത്തെ സൈഡിലാണ് നമ്മളിപ്പോൾ വന്നത്. അപ്പോൾ 2 സൈഡും മുന്തിരിത്തോട്ടം തന്നെയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇവിടെ കണ്ടിറങ്ങിയതിന് ശേഷം എനിക്ക് തോന്നുന്നത് അവിടെയാണ് കുറച്ചും കൂടെ നല്ലത്. പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ കുതിര സവാരി ഉണ്ട്, അവിടെയും ഉണ്ട്. പക്ഷേ ഇവിടെ അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അന്ന് നല്ല തിരക്കായിരുന്നു. ആ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, അന്ന് ഭയങ്കര തിരക്കായിരുന്നു വെക്കേഷൻ ടൈം ആയതുകൊണ്ട്. പക്ഷേ ഈ പ്രാവശ്യം വെക്കേഷൻ ടൈം ഒക്കെ കടന്നത് കൊണ്ട് തിരക്കൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുതിരയിലൊക്കെ കയറി കേട്ടോ. ഫസ്റ്റ് ടൈമാണ്, ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു അത്. പിന്നെ ഇത് അവിടെ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന മുന്തിരി വൈനൊക്കെയാണ് കേട്ടോ. നമ്മളൊന്നും വാങ്ങിച്ചില്ല. അപ്പം ഒരുപാട് കുപ്പികളിലായിട്ട് ഇതുപോലെ മുന്തിരി വൈനും അതുപോലെ സ്ക്വാഷ് അങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. നമ്മളൊന്നും വാങ്ങില്ല. പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ തിരിച്ചു. ഇവിടുന്ന് തിരിച്ചത് മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു 1.5 പോക്കായിരുന്നു കേട്ടോ പോയത്. പകുതി വെച്ച് വണ്ടി നല്ല ചൂടായി. അങ്ങനെ ഒരു സ്ഥലത്ത് നിർത്തിയിട്ടിരുന്നു. അങ്ങനെ നമ്മൾ വന്ന് രാമക്കൽമേട് എത്തി കേട്ടോ. അവിടെ നല്ലൊരു കോട്ടേജ് ഉണ്ടായിരുന്നു. അവിടെയാണ് നമ്മളന്ന് സ്റ്റേ ചെയ്തത്. അങ്ങനെ ഒരു ദിവസത്തെ സ്റ്റേ എന്ന് പറയുന്നത് 2 ദിവസത്തെ സ്റ്റേ ആയി മാറി കേട്ടോ. നല്ലൊരു സ്ഥലമാണ്. പീക്കാവ് എന്നാണ് ആ ഒരു കോട്ടേജിന്റെ പേര്. ഇത് രാത്രിയിലത്തെ വ്യൂ ആണ് കേട്ടോ. അപ്പം നാളത്തെ വ്യൂ രാവിലെ കാണിച്ചു തരാം. ആ ഒരു രാത്രി സമയത്ത് തന്നെ നല്ല തണുപ്പായിരുന്നു. അവിടെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. പിന്നെ ഇവിടെ ഒരു ബുദ്ധനെ വെച്ചിട്ടുണ്ട്. അവിടെ ഇങ്ങനെ ആ ഒരു കോട്ടേജിന്റെ പേര് പീക്കാവെന്ന് വെച്ച് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് കിച്ചൺ ഏരിയ, നമ്മളെ ഡൈനിങ് ഹാള്, അങ്ങനെയൊക്കെ ഉള്ള സംഭവം ഇവിടെയാണ്. റിസപ്ഷൻ അങ്ങനെ എല്ലാം ഇവിടെയാണ് കേട്ടോ. അതിൻ്റെ ബാക്കിൽ ആ ഡോറ് കഴിഞ്ഞ് അവിടെയാണ് കിച്ചണും കാര്യങ്ങളൊക്കെ. ഇവിടെ നമ്മൾ ഫുഡ് കഴിക്കുന്ന സ്ഥലം. അങ്ങനെ നമ്മൾ റൂമിലേക്ക് വന്നു. 3-4 റൂം പോലെ ഉണ്ട്. റൂമല്ല, കോട്ടേജ് പോലെ ഉണ്ട്. അപ്പം ആ കോട്ടേജിൽ തന്നെ 2 റൂമും 1 ഹാളും ആണ് കേട്ടോ.
എവിടെ പോണ്? വെള്ളത്തിൽ ഇറങ്ങണ്ട, പനി വരും. ഗുരുവായൂർ പോണ്ടേ? വേണ്ട, ഇറങ്ങണ്ട, വേണ്ട. ഒരു കാര്യം മറന്നു കേട്ടോ, അവിടെ സ്വിമ്മിംഗ് പൂളും ഉണ്ട്. അപ്പൊ ഇതിന്റെ ഒരു ആവേശത്തിലാണ് പിള്ളേർ സെറ്റ് എല്ലാം കൂടെ ഇങ്ങനെ നിൽക്കുന്നത്. അങ്ങനെ ഞാനും തോർത്തുമൊക്കെ ആയിട്ട് ഇറങ്ങി. ഞാൻ എന്തായാലും ഇറങ്ങുന്നില്ല, അപ്പൊ ബാക്കിയുള്ളവരൊക്കെ ഇറങ്ങാനൊക്കെ ആയിട്ട് പോവുകയാണ് കേട്ടോ. ഇതാണ് സ്വിമ്മിംഗ് പൂള്. നല്ല രസമുണ്ട് അവിടെയൊക്കെ. കൊച്ചുങ്ങൾക്കായിട്ടൊരു കുഞ്ഞതും വലിയവർക്കായിട്ട് അപ്പുറത്ത് വലുതും ഉണ്ട്. അപ്പം കൊച്ചുങ്ങളെ ഇവിടെ ഇറക്കി അവര് കാലിട്ടൊക്കെ അടിച്ച് ആദ്യം പതുക്കെയൊക്കെ ഇറങ്ങി കേട്ടോ. നല്ല തണുപ്പായിരുന്നു. അമ്പാടി ദേ ഈ കോലമൊന്നും യൂട്യൂബിൽ ഇടലെന്നൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷേ ഞാനിടും. പക്ഷെ ആളടുത്ത് തന്നെ ഇരുമ്പ് കൊണ്ട് വോയിസ് കൊടുക്കാൻ നേരത്ത് അങ്ങനെ വെള്ളത്തിൽ കളിച്ച് കളിച്ച് രണ്ടുപേര് കരയിൽ കയറി കേട്ടോ. അങ്ങനെ അപ്പുറത്തെ സൈഡില് അവിടെ നല്ല രീതിയിൽ കുളിയും നീന്തലും ഒക്കെ നടക്കുന്നുണ്ട്. അവര് നന്നായിട്ട് അടിച്ചു പൊളിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് നമ്മള് റൂമിലെത്തി. ഞാൻ തുറക്കാൻ വന്നപ്പോ ദേ ഇറങ്ങിയോ മീ? ഇത് നമ്മുടെ കോട്ടേജിന്റെ ബാക്ക് സൈഡാണ് കേട്ടോ. അവിടെ നിന്നാൽ നല്ല വ്യൂ കാണാം. മറ്റേ ഒരു കുന്നിന്റെ മുകളിലല്ലേ നമ്മൾ. അപ്പൊ താഴത്തെ ആ ഒരു രാത്രി സമയത്ത് ലൈറ്റ്സും കാര്യങ്ങളും അവിടുത്തെ ഓരോരോ വീടുകളും ഫ്ലാറ്റുകളും ഒക്കെ ആയിരിക്കും. അപ്പോൾ അവിടുത്തെ ആ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. നല്ല ഭംഗിയുണ്ട് അവിടെ നിന്ന് കാണാൻ. അങ്ങനെ നമ്മുടെ ഫുഡ് റെഡി ആയിട്ടോ. രാത്രി ചപ്പാത്തിയും ചില്ലി ചിക്കനും ആയിരുന്നു കേട്ടോ. അമ്പാടിക്ക് ആടുണ്ടേടാ. തണുക്കുന്ന ഭയങ്കര തണുപ്പാ. ലവൻ ഇറക്കുന്നു. എവിടെ അമ്പാടി? എവിടെ? തണുപ്പ് കാരണം അമ്പാടി നേരെ റൂമിലേക്ക് ഓടി. കുറച്ച് കഴിഞ്ഞ് നമ്മളും പോയി കിടന്ന് ഉറങ്ങി കേട്ടോ. എൻ്റെ അവിടെ എല്ലാരും എണീറ്റാ? ഇല്ലല്ലേ. സുപ്രഭാതം. അവിടെ കണ്ട് ഇതേ കണ്ടില്ലേ? ഇത് ഫ്രണ്ടും മറ്റത് ബാക്ക് സൈഡും ആണ് കേട്ടോ. ആദ്യം തുറന്ന സ്ഥലം ബാക്ക് സൈഡും ആണ്. ബ്ലാക്ക് പെപ്പർ. അവിടെ 3 കോട്ടേജ് ഉണ്ടെന്ന് പറഞ്ഞില്ല. 3 കോട്ടേജിനും ഓരോന്നിനും ഓരോ പേരാണ്. നമ്മുടേതിന് ബ്ലാക്ക് പെപ്പർ എന്നായിരുന്നു കേട്ടോ. അപ്പൊ രാവിലത്തെ വ്യൂ ഇതാണ്. നമ്മൾ രാത്രിയിലത്തെ കണ്ടുള്ളൂ. അപ്പം ഇതാണ് രാവിലത്തെ വരുത്. ഇതൊന്ന് നമ്മളത് ഇപ്പുറത്തെ സൈഡിലുള്ളത് ബ്ലാക്ക് പെപ്പർ. ഇവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്തത്. അങ്ങനെ നമ്മുടെ ആണുങ്ങളെല്ലാം അപ്പുറത്ത് ഓപ്പോസിറ്റ് സൈഡിലാണ് അവർ ഉണ്ടായിരുന്നത്. അങ്ങനെ ഇതാണ് നമ്മൾ രാത്രി കണ്ട ബുദ്ധനും. അതുപോലെ ഇതിന്റെ താഴെ ഈ ഫിഷ് ഉള്ളത് ഞാൻ രാത്രി കണ്ടില്ലായിരുന്നു കേട്ടോ. ഇപ്പൊ രാവിലെയാണ് കണ്ടത്. നല്ല ഭംഗിയിലാണ് കേട്ടോ അവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കാണാൻ നല്ല ഭംഗിയുണ്ട്. രാത്രി ഇവിടെയൊക്കെ ഇരുന്ന് കാഴ്ചയൊക്കെ കണ്ട് ചായയൊക്കെ കുടിക്കാം. ഇവിടെയൊക്കെ ഒരു സെറ്റപ്പ് ഉണ്ട്. ഇതാണ്ട് മറ്റേ ക്യാമ്പ് ഫയർ പോലെ സംഭവം സെറ്റ് ചെയ്യാം. ഇവിടെ അതെ കണക്കുണ്ടാണ്ട. ഇവിടെ നല്ല വ്യൂ ആണ്. ഇതാണ് കേട്ടോ ബാക്ക് സൈഡ് എന്ന് പറഞ്ഞത്. നമ്മൾ രാത്രി വന്നിരുന്ന സ്ഥലമാണ്. ആ ഊഞ്ഞാലൊക്കെ ഉള്ളതും അങ്ങനെ ആ ഒരു വ്യൂ, രാത്രിയിലത്തെ ആ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ കണ്ടത് അവിടെയാണ് കേട്ടോ. നമ്മൾ ആ ഒരു കോട്ടേജിന്റെ ബാക്ക് സൈഡാണ്. ഇന്നലെ രാത്രി ഊഞ്ഞാലാടാൻ പറ്റാഞ്ഞുകൊണ്ട് ഒന്ന് ഊഞ്ഞാലാടിയേക്കാന്ന് വിചാരിച്ച് ഞാനങ്ങോട്ട് പോയി ഊഞ്ഞാലാടാണ് കേട്ടോ. അങ്ങനെ ഞാൻ കുറച്ചു നേരം ഒന്ന് ഊഞ്ഞാലൊക്കെ ആടാന്ന് വിചാരിച്ച് അവിടെ ഇരുന്ന് ഊഞ്ഞാലൊക്കെ ആടി. പിന്നെ നമ്മൾ പോകുന്നത് വേറൊരു സ്ഥലത്തേക്കാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആവാൻ കുറച്ച് സമയം എടുക്കും. അതുകൊണ്ട് നമ്മൾ കുറച്ച് കാഴ്ചകളൊക്കെ കാണാമെന്ന് പറഞ്ഞ് പോവുകയാണ് കേട്ടോ. ഇവിടെ നിറച്ച് ഏലമാണ് കേട്ടോ. ഏലം ഇല്ലാത്ത വീടുകളില്ലെന്ന് വേണമെങ്കിൽ പറയാം. നമുക്കൊക്കെ ഇവിടെ റബ്ബർ പോലെയാണ് അവിടെ ഏലം. നമ്മൾ അങ്ങോട്ടല്ല, ഇവിടെയാണ്. അല്ല ഇവരോട് പറഞ്ഞു
അങ്ങോട്ട് അവർ വരട്ടെ, വാ. വിളിക്കാൻ പോയവരങ്ങ് പോയാ എന്തോ, അവരങ്ങ് പോയാ ബെസ്റ്റ് സംഭവം. നമ്മൾ ഇറങ്ങുന്നതിന് മുമ്പ് രണ്ടുപേര് പോയായിരുന്നു. അവര് പോയത് എവിടെയാണെന്ന് നമുക്കും അറിയത്തില്ല, നമ്മളിനി എങ്ങോട്ടാണ് പോവേണ്ടതെന്ന് നമുക്കും അറിയത്തില്ല. അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ സ്ഥലമൊക്കെ കണ്ടുപിടിച്ചിട്ട് നേരെ അങ്ങോട്ട് പോവാണ് കേട്ടോ. ചിരിച്ചും കളിച്ചും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ അങ്ങോട്ട് പോവാണ്. കുറച്ച് ദൂരം നടക്കാനുണ്ട്, കുന്നിന്റെ മുകളിലാണ്. അവിടെ നിന്ന് നല്ല വ്യൂ ആണ് കേട്ടോ. അപ്പൊ പോകുന്ന വഴിക്ക് കണ്ടതാണ് ഈ കാറ്റാടി മരമൊക്കെ. ഇത്ര അടുത്ത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. സോറി, കാറ്റാടി മരം അല്ല, കാറ്റാടി. അപ്പൊ അവിടെ 1-2 സ്ഥലങ്ങളിലായിട്ട് ഇത് ഉണ്ട് കേട്ടോ. അങ്ങനെ അവിടെ നിന്നൊക്കെ നമ്മൾ നടന്ന് പോവാണ്. കുറച്ച് ദൂരമുണ്ട്. നമ്മളിങ്ങനെ നോക്കുമ്പം ഇവിടെ അടുത്തെത്തി എന്നൊക്കെ വിചാരിക്കും. പക്ഷേ നമ്മൾ നടക്കാൻ തുടങ്ങി. ഞാൻ ഈ വീഡിയോ എടുത്ത് നടക്കുന്നതുകൊണ്ട് എനിക്ക് അതായത് ദൂരം അത്ര അറിഞ്ഞില്ല. ഞാൻ വേഗത്തിൽ ഇങ്ങനെ പോകുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് കേട്ടോ. സൂക്ഷിച്ച് അവിടെ വരെ എത്തിയപ്പോൾ അവിടെ വരെ ഉള്ളെന്ന് വിചാരിച്ചല്ലേ, ഞാനും അങ്ങനെയാണ് വിചാരിച്ചത്. പക്ഷെ അവിടുന്ന് കുറച്ചുകൂടെ പോകണം. മടി, എവിടെ പോണ? വ്യൂ സെറ്റ് പോയിന്റ്. എടോക്ക് നോക്ക്, ഒന്നുകൂടെ നോക്കടി, നോക്കടാ. ഇടയ്ക്ക് ഞാനവനെ എടീന്നൊക്കെ വിളിക്കാറുണ്ട് കേട്ടോ. ആണായിട്ടും പെണ്ണായിട്ടും ഒന്നല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ. അതിവിടെ എന്നാ കാണത്തില്ല. അതെങ്ങനെ ഇവിടെ എന്നാ കാണുന്ന? നമ്മൾ വേറെ ജില്ലയിലാടാ. ഗുരുകുൽ മൈൻ വാലിയും കാണത്തില്ല. എവിടെ? അമ്പാടി അവിടെ വന്നുകൊണ്ട് അവന്റെ മുമ്പ് പഠിച്ച സ്കൂളും ഇപ്പോഴത്തെ സ്കൂളും ഒക്കെ ഇവിടെ നിന്നാ കാണാന്നൊക്കെ പറഞ്ഞ് അവിടെയൊക്കെ ചൂണ്ടി കാണിച്ചിട്ടുണ്ടെന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ ഞാൻ ഫോൺ അമ്മൂൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഇങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവിടെയൊക്കെ വന്ന് കണ്ട് ഒക്കെ നിൽക്കുകയാണ്. അവിടെ കുറേ നേരമൊന്നും ഇരുന്ന് ആസ്വദിച്ച് കാറ്റും കൊണ്ടൊന്നും ഇരിക്കാനൊന്നും പറ്റിയില്ല, അതിനുള്ള സമയമൊന്നും ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് നേരമൊക്കെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവിടെ നിന്നു കേട്ടോ. അമ്മു ആണോ അച്ചു ആണോ വീഡിയോ എടുത്തതെന്ന് എനിക്കിപ്പോൾ ഒരു ഡൗട്ട് ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു അച്ചു ആണ് വീഡിയോ എടുത്തതെന്ന്, അതായത് കല്യാണ പെണ്ണിൻ്റെ ചേച്ചി. അങ്ങനെ കുറച്ച് നേരം നമ്മൾ അവിടെയൊക്കെ ഇങ്ങനെ സ്പെൻഡ് ചെയ്ത് കേട്ടോ. നല്ല സ്ഥലമാണ്. ഞാൻ എൻ്റെ ഫോൺ എടുത്തിട്ട് ഇങ്ങനെ സൂം ചെയ്ത് നോക്കുകയാണ്, ക്യാമറ എത്രത്തോളം സൂം ചെയ്ത് കിട്ടുക എന്നുള്ളത് നോക്കുകയാണ്. അപ്പോൾ ഇത്രയുമാണ് ഓസോനായിട്ട്, അതായത് അങ്ങനെ ഒറ്റത്തെ സൂമിങ് ആണ് കേട്ടോ ഇത്. എന്നിട്ട് ബാക്കിലേക്ക് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും സൂം ചെയ്താൽ കിട്ടും. സൂം ചെയ്യുമ്പോൾ ക്ലാരിറ്റി കുറയുന്നുണ്ട്, അത്രേ ഉള്ളൂ. അങ്ങനെ ആ ഒരു രാമക്കൽമേട് ആ ഒരു പോയിന്റിൽ നമ്മളൊന്ന് ഇങ്ങനെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് നമ്മൾ കുറച്ച് നേരം അവിടെ നിന്നു. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ആവുന്ന വരെ നമ്മൾ അവിടെ നിന്നു എന്നർത്ഥം. ഇനി നമ്മൾ തിരിച്ചു പോവുകയാണ് കേട്ടോ. അപ്പോൾ വന്ന വഴിയേ നമ്മളതേ മല ഇറങ്ങി പോവാണ്. ഇത് കണ്ടില്ലേ ഇവിടെ നിൽക്കുന്ന ഈ പുൽച്ചെടികള്, ഇത് നമ്മുടെ പുൽത്തൈലത്തിന്റെ സ്മെല്ലുണ്ടായിരുന്നു കേട്ടോ. ഇത് വെച്ചിട്ടാണ് പുൽത്തൈലം ഉണ്ടാക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് 2-3 എണ്ണം പറിച്ചിട്ട് ഞാൻ ഉണപ്പിച്ച് വരുവാണ് കേട്ടോ. മത്സരിച്ച് പണിയുമാണ്. ഹലോ, ഹായ്, ഗുഡ് മോർണിംഗ് പറഞ്ഞേ എല്ലാരും. അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ട്, ബ്രേക്ക്ഫാസ്റ്റിന് ഇടിയപ്പവും കടലക്കറിയായിരുന്നു. അങ്ങനെ എല്ലാവരും നല്ല വയറ് നിറച്ചൊക്കെ കഴിച്ചു. രാവിലെ കുറച്ച് നടക്കാനൊക്കെ പോയതുകൊണ്ട് നല്ല വിശപ്പായിരുന്നു കേട്ടോ. അതുകൊണ്ട് എല്ലാവരും നല്ല രീതിയിൽ കഴിച്ചായിരുന്നു കേട്ടോ. അങ്ങനെ കാപ്പിയൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് ബുദ്ധന്റെ സൈഡിലൊക്കെ പോയെന്ന് കറങ്ങിയൊക്കെ നിന്നിട്ട് അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു. അങ്ങനെ അവിടെ നോക്കിയപ്പോഴാണ് ബുദ്ധന്റെ മുമ്പിലായിട്ട് ചില്ലറ പൈസയൊക്കെ ഇട്ടിട്ടുള്ളത് കണ്ടത് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് യാത്ര തിരിച്ചു.
അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ അമ്പാടിയുടെ അടുത്ത് ഞാൻ പറയാണ് ഒരു ഫോട്ടോ എടുക്കാനായിട്ട് നേരെ ഇരിക്കുന്നൊക്കെ. അപ്പോൾ അവൻ പറഞ്ഞ് വേണ്ട എന്നൊക്കെ പറഞ്ഞ് മുഖം തരാതെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. എന്തായാലും അവസാനം ഫോട്ടോ എടുത്തു. അതാണ് ഇത് കേട്ടോ. അങ്ങനെ തിരിച്ചു പോകുന്ന വഴി കുട്ടിക്കാനത്തെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡൊക്കെ കഴിച്ചു കേട്ടോ ഉച്ചയ്ക്ക്. ഇവിടെ കയറാനായിട്ട് എൻ്റെ മുമ്പിൽ വന്ന് നിന്നപ്പോഴാണ് എവിടെയോ കണ്ട് പരിചയമുള്ളത് പോലെ തോന്നിയത് കേട്ടോ. ഒരു 3 വർഷം മുൻപാണെന്ന് തോന്നുന്നു നമ്മൾ സ്റ്റാഫ് ടൂർ സ്കൂളിൽ നിന്ന് പോയപ്പോഴത്തേക്കും നമ്മൾ വൈകിട്ട് അതായത് രാത്രി ഇവിടെ നിന്നാണ് ഫുഡ് കഴിച്ചത്. നല്ല പെരുമഴയായിരുന്നു, അതെനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അങ്ങനെ എന്തായാലും ഫുഡൊക്കെ കഴിച്ച് നമ്മൾ എന്തായാലും നമ്മുടെ സ്ഥലത്തെത്തി നമ്മൾ ഇറങ്ങാൻ പോവാണ് കേട്ടോ. അങ്ങനെ ടാറ്റയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ചേട്ടൻ വന്ന് വെയിറ്റ് ചെയ്ത് ഇപ്പോൾ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ടൂർ അവസാനിച്ചിട്ടോ. അപ്പോൾ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ടാറ്റാ.